ജാനുവരി 25 അറ്റംപ്റ്റ് ഓഡിറ്റിംഗ് എക്സാം എഴുതിയ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും കോൺസെപ്ച്വൽ ക്ലാരിറ്റിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത്. ഒരു പെർട്ടിക്കുലർ ഐറ്റം അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ, ഒരു ടോപ്പിക് അല്ലെങ്കിൽ സർട്ടൻ ക്വസ്റ്റ്യൻസ് പഠിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ പെർട്ടിക്കുലർ ചാപ്റ്റർ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം എന്ന് ഇല്ല എന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഡ്രാഫ്റ്റിംഗ് ആയിരുന്നു ഇപ്രാവശ്യത്തെ ഓഡിറ്റിംഗ് പേപ്പറിൽ. ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു എന്ന് ചോദിച്ചാൽ യെസ്, ഞാൻ പറഞ്ഞിട്ടൊരു മോഡറേറ്റ് ലെവൽ ഓഫ് പേപ്പർ ആയിരുന്നു. മിനിമം നമുക്കൊരു 50 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇഷ്യൂ എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂ വാസ് ദി കോൺസെപ്ച്വൽ ക്ലാരിറ്റി. നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് നോക്കിയോ, അതിലൊരു 80% ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് പോയിന്റ് എഴുതുക, മാർക്ക് എടുക്കുക, പോയിന്റ് എഴുതുക, മാർക്ക് എടുക്കുക. അതേപോലെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ പണ്ട് ചോദിക്കുന്നത് പോലെ ഓൾഡ് സിലബസിലൊക്കെ ചോദിക്കുന്ന പോലെ എവിടുന്നേലും ഒക്കെ കുറേ സെൻറ്റൻസുകൾ പൊക്കിക്കൊണ്ട് വന്നിട്ട് അത് എക്സ്പ്ലെയിൻ, ഡിസ്കസ് എന്നൊന്നും പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. സിനാരിയോ തരും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും, പോയിന്റ്സ് എഴുതുക, മാർക്ക് വാങ്ങുക. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ഡ്രാഫ്റ്റ് ചെയ്ത പോളിസി. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കോൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം. ഒന്ന്. രണ്ട്, നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൽ ഇന്ന പോയിന്റ് പഠിക്കാം, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്ക് പഠിക്കാം, അല്ലെങ്കിൽ ആ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് പഠിക്കാം എന്നൊന്നും കാര്യങ്ങൾ നോക്കി വെച്ചിട്ട് കാര്യമില്ല. കാരണം ഐസിഐ എവിടുന്ന് വേണമെന്നുണ്ടെങ്കിലും ചോദിക്കും. നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കുന്ന ടോപ്പിക്കിൽ നിന്നാണ് പ്രാവശ്യം ഒരു 3-4 ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്നോട് കുറേ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സർ ചാപ്റ്റർ ലൈക്ക് SS 710 ഇമ്പോർട്ടൻ്റ് ആണോ, SS 501 ഇമ്പോർട്ടൻ്റ് ആണോ, ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണോ? ഫാക്ടേഴ്സ് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഫാക്ടേഴ്സ് പഠിക്കുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ അത് നമുക്ക് നോക്കി വെച്ചാൽ നോർമലി എല്ലായിടത്തും കയറി വരുന്നത്. ഓൾസോ നിങ്ങളൊരു സെപ്പറേറ്റ് നോട്ട്ബുക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഫാക്ടേഴ്സൊക്കെ എഴുതി വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടിട്ടുള്ളവർക്ക് എന്താണ് പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ സിമ്പിളായിരിക്കും. 1-2 ക്വസ്റ്റ്യൻ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, ഓഡിറ്റ് പ്രൊസീജിയേഴ്സിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, സ്ട്രാറ്റജിയുടെ ബേസിൽ ചോദിച്ചിട്ടുണ്ട്. സോ കൺസെപ്ച്വൽ ക്ലാരിറ്റി പ്ലസ് നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പഠിച്ച ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കും പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടതായിരുന്നു. ഓക്കെ, ഇനി കുഴപ്പമില്ല. നിങ്ങളുടെ നെക്സ്റ്റ് പ്രിപ്പറേഷൻ May 25 പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ആൻഡ് ഓൾസോ ഞാൻ എക്സാമിനൊരു 10 days മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണമെന്നുള്ളത്. ആൻഡ് ഓൾസോ ആ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് നിങ്ങളത് തറവായിട്ട് കംപ്ലീറ്റ് ആയിട്ട് 100% പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് ഞാൻ പറയട്ടെ, ആ വീഡിയോ കണ്ടിട്ട് ആ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക് മിനിമം 60 മാർക്സ് സ്കോർ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഓരോന്നിനും ഓരോ വെയിറ്റേജ് ഉണ്ട്, ഓരോ ചാപ്റ്റേഴ്സിനും ബേസ് ചെയ്തിട്ട്. എല്ലാ ചാപ്റ്റേഴ്സിലും എസ്പെഷ്യലി ചാപ്റ്റർ 11. ആൻഡ് ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചാപ്റ്റർ ഞാൻ ആ പർട്ടിക്കുലർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാപ്റ്റർ 1 ചാപ്റ്റർ 11 ഒക്കെ പഠിക്കണോ വേണ്ടയോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ലേ, C കാറ്റഗറി D കാറ്റഗറി എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വെക്കുന്ന ചാപ്റ്ററാണ്. പക്ഷേ ചാപ്റ്റർ 1 ആൻഡ് ചാപ്റ്റർ 11 നിന്ന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 15 എബവ് മാർക്ക്, ഓൾമോസ്റ്റ് 15 to 20 മാർക്സ് ചാപ്റ്റർ 1 and 11 നിന്ന് മാത്രം ചോദിച്ചു. സിമ്പിൾ ചാപ്റ്റർ 1 and 11. അതാണ് നമ്മുടെ ICAയുടെ സ്ട്രാറ്റജി. ഓക്കെ, സോ നമ്മളൊരു സ്ട്രാറ്റജി ഇറക്കുക, ആ സ്ട്രാറ്റജി മസ്റ്റ് മാച്ച് വിത്ത് ദി സ്ട്രാറ്റജി ഓഫ് ICA. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സംഷൻ പ്ലസ് മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വാച്ച് ദി പേപ്പർ റിവ്യൂ സെഷൻ. ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് എന്ന പേപ്പറിന്റെ ഒരു ക്വിക്ക് റിവ്യൂ ആണ്. ഓക്കെ, അപ്പം എക്സാം കുറേ പേര് പറഞ്ഞിരുന്നു എന്താണ് ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് ഓൾസോ കുറേ റിവ്യൂസ് എന്താണ് മറ്റ് ഫാക്കൽറ്റീസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് എന്താണ് റിവ്യൂസ് ഒക്കെ വളരെ ടഫ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ കുറച്ച് പേര് പറഞ്ഞു. അതിന്റെ ഒരു വോയിസ് ഞാൻ കേൾപ്പിക്കാം. യൂട്യൂബിനകത്ത് എല്ലാത്തിനകത്ത് ഭയങ്കര പ്രയാസമായിരുന്നു. എല്ലാം മനുഷ്യനെ അതെല്ലാം കേട്ട് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞ ഇതിൽ നല്ല നെഞ്ചിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ കുറെ പേര് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്താണ് എക്സാം ടഫ് ആയിരുന്നു അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വളരെ ടഫ് ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ഈ പേപ്പർ മിനിമം നിങ്ങൾക്കൊരു 50 മാർക്സ് 45-50 മാർക്സ് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പേപ്പർ ആയിരുന്നു. ആൻഡ് എക്സാമിന് ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചത് വേറൊന്നുമല്ല, നിങ്ങളെ കൊണ്ടിട്ട് എന്ത് ചെയ്യണ്ട, ഓൾറെഡി നിങ്ങൾ ചിലപ്പം
എക്സാം മോശമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. എനിവേസ് ഏതൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങളെ എന്ത് ചെയ്യേണ്ട, ഡിമോട്ടിവേഷൻ കൊടുക്കണ്ട എന്നുള്ളൊരു ആസ്പെക്ടോടുകൂടിയാണ് ഞാൻ എന്ത് ചെയ്തത് ആ ഒരു ടൈമിൽ പോസ്റ്റ് ചെയ്യാഞ്ഞത്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻ എവിടെ നിന്നൊക്കെയാണ് വന്നേക്കുന്നത്, എന്ത് ടോപ്പിക് ആണ് ചോദിച്ചേക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഓരോന്ന് നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ വായിക്കുന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ AP and Co Chartered Accountants are appointed as statutory auditor of Heavy Industries Limited, a listed company engaged in manufacturing of electric vehicles for the financial year 23-24. Okay. As per the recent guidelines issued by the regulatory authority, every listed company is required to maintain the digital database of all those persons who could access the books of the company to avoid insider trading. Okay. In case of non-compliance, hefty fines may be imposed on the company. Okay. CAP is the engagement partner from audit firm for the audit of Heavy Industries Limited. Okay. During planning, okay, CAP എന്ന് പറഞ്ഞ ആള് ഡ്യൂറിംഗ് പ്ലാനിങ് പ്ലാൻ ദാറ്റ് ഹി വുഡ് ഇൻക്വയർ ഫ്രം ഇൻഹൗസ് IT head of the company about the maintenance of digital database to identify and assess the risk of നോൺ കംപ്ലയൻസ് വിത്ത് റെഗുലേറ്ററി ഗൈഡ് ലൈൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാൻ ചെയ്തു. ഓക്കെ, എന്താ പ്ലാൻ ചെയ്തത്, അതായത് ഹി വിൽ ഇൻക്വയർ ഫ്രം ഇൻഹൗസ് IT head അവിടുത്തെ IT ഹെഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇൻക്വയറി ചെയ്യും എന്നുള്ള കാര്യങ്ങൾ, എന്തിനെ പറ്റിയിട്ടാണ്, നോൺ കംപ്ലയൻസ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള ബേസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് പ്ലാൻ ചെയ്തു. ഓക്കെ, in the light of above facts, explain first whether CAP is required to consider about the maintenance of digital database while framing audit strategy. Yes, obviously എന്ത് ചെയ്യണം, ഈ പർട്ടിക്കുലർ ഡിജിറ്റൽ ഡേറ്റാബേസ് ഒക്കെ മാനേജ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കണം. കാരണം എന്താ, അവിടെ അത് ഒരു ലീഗൽ ആസ്പെക്ട് ആണ്. സെക്കൻഡ് പോയിന്റ്, വെദർ ദി പ്രൊസീജിയർ പ്ലാൻഡ് ബൈ CAP ആർ ഇൻ ലൈൻ വിത്ത് SA 300. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ടതെന്ന് വെച്ചാൽ എന്താണ്, അസർട്ടൈൻ ദി റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ്സ് ടു പ്ലാൻ ദി ടൈമിംഗ് ഓഫ് ഓഡിറ്റ്. ആ പർട്ടിക്കുലർ ആസ്പെക്ട് ആണ്. അതിലെ ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് ആൻഡ് TCWG, അപ്പൊ IT ഹെഡുമായിട്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പൊ ആ ഒരു ആസ്പെക്ട് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇവിടെ ആൻസർ എഴുതണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഈ 2 പോയിന്റും SA 300 ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. സിമ്പിൾ ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഫാഷൻ ഗാർമെന്റ്സ് ലിമിറ്റഡ് is a company engaged in the manufacturing and sale of ready-made garments. The products manufactured by FGL cater to clothing requirements of men, women and kids. Okay, Pearl and statutory accountants. Sorry, chartered accountants is a statutory auditor of FGL. Okay, CA Pearl asked her audit assistant to go through the segment information. Appo SA 501 base ചെയ്തിട്ടാണ് question. Okay, assistant is new. Okay, പുതുതാണ് and seeks her guidance on what is the key responsibility of the auditor in relation to segment information. SA 501 പ്രകാരം അദ്ദേഹം അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ അസിസ്റ്റന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കീ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് ആണ് നമ്മൾ അസിസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഗൈഡ് ദി അസിസ്റ്റൻസ്. ഓക്കെ, അപ്പം സെക്കൻഡ് പോയിന്റ് അത് ക്ലോസ് ചെയ്തേക്കാം. സെക്കൻഡ് പോയിന്റ് എന്ത് ചെയ്യുക, SA 501 ഒബ്ജക്റ്റീവ്സ് സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഷുഡ് CA Pearl പെർഫോം ടു എൻഷുർ ദാറ്റ് മെത്തേഡ്സ് യൂസ്ഡ് ബൈ ദി മാനേജ്മെന്റ്. വേറൊന്നുമല്ല, എന്തൊക്കെ മാനേജ്മെന്റ് യൂസ് ചെയ്ത മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 3 + 2 5 മാർക്സ്. സിമ്പിൾ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞു ഈ പർട്ടിക്കുലർ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാം ഡയറക്റ്റ് ആണ്. കേസ് തരും, സിനാരിയോ തരും, പക്ഷെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഒബ്ജക്റ്റീവ് എഴുതുക, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ അതിനിടയിലുള്ള മെത്തേഡ്സ് യൂസ്ഡ് ബൈ ദി മാനേജ്മെന്റ് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, ദെൻ C. Spare Parts Limited received an input from internal auditors that internal controls implemented by the company appears to be reasonable but not so strong that any fraudulent activity can be prevented or timely detected by such controls. Okay, accordingly a qualified person should head the internal controls department. CA Raj has been appointed as an internal control head of the company. So CA Raj ne internal control head ആയിട്ട് appoint ചെയ്തു. His scope of work includes development of internal controls. Okay, on his joining he studied various verticals and after finding important areas prone to fraud, implemented strong controls implement ചെയ്തു. Okay. ആൻസർ ഇതാണ്, എക്സിസ്റ്റൻസ് ഓഫ് എ സാറ്റിസ്ഫാക്ടറി കൺട്രോൾ എൻവയൺമെന്റ് നോട്ട് എൻ അബ്സല്യൂട്ട് ഡിറ്ററന്റ് ടു ഫ്രോഡ്. അപ്പൊ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ, വെദർ ദി എക്സിസ്റ്റൻസ് ഓഫ് എ സാറ്റിസ്ഫാക്ടറി, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺട്രോൾ എൻവയൺമെന്റ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഫ്രോഡിനെ നമുക്ക് 100% മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ, ആബ്സല്യൂട്ട് ഡിറ്ററന്റ് ആണോ അല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ. നോ, ആബ്സല്യൂട്ട് ഡിറ്ററന്റ് അല്ല. കൺട്രോൾ എൻവയൺമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രോഡിനെ ഒരു അക്സെപ്റ്റബിളി ലോ ലെവലിൽ കുറയ്ക്കാനായിട്ട് പറ്റും. പക്ഷെ എന്താണ്, ഫ്രോഡ് നമുക്ക് എന്താണ്
ആസ് എ ഹോൾ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റഡി മെറ്റീരിയലുള്ള ഒരു പോയിന്റ് ആണത്. ഓക്കെ, ഇത് കഴിഞ്ഞു. Then XYZ Limited, a manufacturing company engaged in the production of various types of yarn, is planning to expand its operation into a new geographical market and also add new products. Company has prepared prospective, okay, prospective financial information. Question: explain the key difference between prospective financial information, historical financial information. Direct question ആണ്. ചാപ്റ്റർ 1 അഷുറൻസ് എൻഗേജ്മെന്റ് അണ്ടറിൽ വരുന്ന ആസ്പെക്ട് ആണ്. പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്താണ്? ഓൾറെഡി ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങളാണ്. ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്താണ്? ഓൾറെഡി നടന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് നമ്മുടെ നോർമൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്താണ്? കീ ഡിഫറൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു 5 മാർക്കിനാണ് തോന്നുന്നു ക്വസ്റ്റ്യൻ. യെസ്, 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ. Then CAH is managing partner of HK & Co, a chartered accountant firm having a registered office at Delhi, with the annual task of reviewing whether any threat to independence. Okay, threat എന്താണെന്നാണ്. CAJ, partner of firm, performed statutory ഓഡിറ്റും ചെയ്തു, അതേപോലെ തന്നെ നോൺ ഓഡിറ്റ് എൻഗേജ്മെന്റും ചെയ്തു. അപ്പം സെൽഫ് റിവ്യൂ ത്രെറ്റ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതാണത്. CAM, partner of the firm, who has done income tax audit of Messrs. Happy Associates, wherein CAM has material significant indirect financial interest. Financial interest already on the self interest threat out on the cost of air travel and stay accommodation of family members of audit team for audit of Chennai was borne by client stationed at okay. അപ്പൊ എന്താണ് ഫെമിലിയാരിറ്റി ത്രെറ്റ്? ഓക്കെ, ഇത് കറക്റ്റ് ആണ്. Then one of the clients, Mrs. Choke Limited, threatened. പിന്നെ വേറൊന്നും നോക്കാനില്ല, ഇന്റിമിഡേഷൻ ത്രെറ്റ് ആണ്. Okay, correct. Then CAN, partner of the firm, audited, okay, became arbitrator. അപ്പൊ എന്താണ്? ക്ലയന്റിന് ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ അവരുടെ ആർബിട്രേറ്റർ ആയി കഴിഞ്ഞാൽ ക്ലയന്റിന് ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആസ്പെക്ട്, അഡ്വോക്കസി ത്രെറ്റ് അവിടെ ഇൻവോൾവ് ആണ്. പിന്നെ CAN accepted the assignment of tax audit, okay, of TRF Industries. Management agreed to pay contingent fee. Okay, contingent fee കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താണ്? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ്. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. എത്ര മാർക്കാ? 4 മാർക്കാ? 3 മാർക്ക്? 3 മാർക്ക് കിട്ടി. ഓക്കെ, വെരി ഗുഡ്. ഇൻ കേസ് സച്ച് ത്രെറ്റ് എക്സിസ്റ്റ്, വാട്ട് ഷുഡ് ദി ഓഡിറ്റർ ഡു? അപ്പൊ ഇങ്ങനത്തെ ത്രെറ്റ് ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണമെന്നാണ്? ഓഡിറ്റർ എന്ത് ചെയ്യണം? സേഫ് ഗാർഡ്സ് വെക്കണം. ഓഡിറ്റർ മസ്റ്റ് എൻഷുർ ടു കീപ് സേഫ് ഗാർഡ്സ് ടു എലിമിനേറ്റ് ത്രെറ്റ്സ് ടു ഇൻഡിപെൻഡൻസ്. സേഫ് ഗാർഡ് വെക്കണം. ആൻഡ് സേഫ് ഗാർഡ് വെച്ചിട്ടും ചിലപ്പോൾ ത്രെറ്റ് കയറി മൂടാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇഫ് ദി ഓഡിറ്റർ ഇസ് അനേബിൾ ടു ഫുള്ളി ഇംപ്ലിമെന്റ് ക്രെഡിബിൾ ആൻഡ് ആഡിക്വറ്റ് സേഫ് ഗാർഡ്സ്, ദെൻ ഹി മസ്റ്റ് നോട്ട് അക്സെപ്റ്റ് ദി വർക്ക് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിഡ്രോ ചെയ്യുക. അതാണ് ആ പോയിന്റ്. അത് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. 3+2 5 മാർക്സ് ഗ്യാരണ്ടീഡ്. ഈസി. Then FRP and Associates are the statutory auditors of Payne Private Limited. Company is into the business of trading and has operations across India. CAM, partner in charge of the audit, is carrying out the audit procedures with his audit team. He entrusted CA Ravi, one of the team members, the task of obtaining various audit procedures connected with, okay, CAM എന്ന് പറയുന്ന പാർട്ണർ CA രവിക്ക് certain ടാസ്ക് കൊടുത്തു. എന്താണ്? ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, how can CAM ensure that audit evidences collected by CA Ravi during the audit will be sufficient for the purpose of audit or not? Very correct answer ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്തേക്കുന്നത്. യെസ്, മെഷർമെന്റ് the audit audit evidence, sufficiency of audit evidence, it is a measure of quantity. Okay, അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് സഫീഷ്യൻസി ഓഫ് ഓഡിറ്റ് എവിഡൻസ് അതെങ്ങനെ ഉറപ്പുവരുത്താനായിട്ട് പറ്റും? ഞാൻ ഒബ്റ്റെയിൻ ചെയ്ത എവിഡൻസ് സഫീഷ്യന്റ് ആണോ അല്ലയോ? മെറ്റീരിയാലിറ്റി, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്, സൈസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ. ഈ 3 പോയിന്റ് എഴുതി വെച്ചാൽ എത്ര മാർക്കാണ് കിട്ടാൻ പോകുന്നത് മക്കളെ? 4 മാർക്കാണ് എഴുതി കിട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? മെഷർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഓഡിറ്റ് എവിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്റ്റേറ്റ്മെന്റ് സ്പെസിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഈ പർട്ടിക്കുലർ പോയിന്റ് എഴുതുക. സിമ്പിൾ ആയിട്ട് മാർക്ക് കിട്ടും. പിന്നെ 3A, okay, ABC and Co, a chartered accountant firm, has been appointed as the statutory auditors of Penn Private Limited for the financial year 23-24. During audit, one of the team members noted that, okay, software അവർ purchase ചെയ്തിട്ടുണ്ട് 2 crores, and the said software is not an integral part of related hardware. Okay. Mr. R further observed that Penn Private Limited has conducted some research അവർ conduct ചെയ്തിരുന്നു 1 crore. Penn Private Limited, following Indian generally accepted accounting principles, okay, has presented the aforesaid details in the balance sheet. Okay, property, plant and equipment, software 2 crore. Okay, ഇവിടെ തന്നെ എന്താണ് മിസ്റ്റേക്ക് ആണ്? എന്താണ് ഇത്? പ്രോപ്പർട്ടി, പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് അല്ല, ദിസ് ഇസ് ഇൻടാഞ്ചിബിൾ അസെറ്റ്. സോഫ്റ്റ്വെയർ ഒരു ഇൻടാഞ്ചിബിൾ അസെറ്റ് ആണ്. ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് എന്താണ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് ഈസ് നോട്ട് ആൻ അസെറ്റ്. അത് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് എന്ത് ചെയ്യണം?
എക്സ്പെൻസ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യണം, P&L പോകേണ്ട ഐറ്റം ആണ്. പക്ഷെ ഇവരെന്ത് ചെയ്തു, ഇത് ബാലൻസ് ഷീറ്റിൽ വന്നിട്ടുണ്ട് ആസ് പ്രോപ്പർലി പ്ലാൻ. ഇത് തന്നെ തെറ്റാണ്. അപ്പൊ നമ്മളെ അപ്രോച്ച് ചെയ്താണ് എന്താ, ഇത് പ്രോപ്പർ ആണോ അല്ലയോ, അപ്പം ഇത് കംപ്ലീറ്റ്ലി അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, അപ്രോപ്രിയറ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ നോക്കണം. നോ, കറക്റ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്തിട്ടില്ല. ഇത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, സോഫ്റ്റ്വെയർ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് എന്താണ് അക്കൗണ്ട് ചെയ്യണം. സോ ഷെഡ്യൂൾ 3 വയലേഷൻ ആണ്. അതേപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് ഇറ്റ് കനോട്ട് ബി ക്യാപിറ്റലൈസ്, ഇറ്റ് മസ്റ്റ് ബി എന്താണ് റിട്ടേൺ ഓഫ് ആസ് എക്സ്പെൻസ് ടു P&L. ഓക്കെ, അപ്പം എന്താണ് ഐറ്റംസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ ഇൻടാഞ്ചിബിൾ അസറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് വന്നേക്കുന്നത്. ദെൻ Project India Limited PIL is engaged in manufacturing and trading of disposable gas. Okay, is it okay? Analytical procedures carried out by audit team. Okay, analytical procedure are conducted headed by Indian gas companies. Business is going downward. Okay, SA 570 guaranteed. മനസ്സിലാക്കാനായിട്ട് പറ്റും. അവരുടെ ബിസിനസ് താഴോട്ട് പോവാണ്. അവർക്ക് കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ റവന്യൂവിന്റെ 50% അവർക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. പുതിയ സ്റ്റെപ്സും മറ്റു കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, പുതിയ പ്രൊഡക്റ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. റവന്യൂ സ്റ്റെബിലൈസ് ചെയ്യാനും പ്രോഫിറ്റബിലിറ്റി സ്റ്റെബിലൈസ് ചെയ്യാനുള്ള മെഷേഴ്സ് ഒന്നും അവരെടുത്തിട്ടില്ല. അതേപോലെ തന്നെ സപ്ലൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് പേയ്മെന്റ് തന്നെ വേണം, നിങ്ങൾ ക്രെഡിറ്റ് ഫെസിലിറ്റി ഒന്നും തരത്തില്ല എന്നുള്ള കാര്യം പറയാണ്. അപ്പം ക്വസ്റ്റ്യൻ കാര്യം മുന്നേ ആസ്പെക്ട് ഉണ്ട്. ബിഫോർ ഫൈനലൈസിംഗ് ദി ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റ് ഇൻ ചാർജ് ആസ്ക്ഡ് ഫോർ ദ cash flow forecast from the management for the next 12 months from the end date of financial statements, keeping in view the above facts. Answer the following. അപ്പം ഓഡിറ്റ് റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നേ ഓഡിറ്റർ എന്ത് ചെയ്തു, മാനേജ്മെന്റിനോട് പറഞ്ഞു, നിങ്ങളുടെ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് തരണം. ഫോർ ദി നെക്സ്റ്റ് 12 months ഉള്ള ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തരണം. അതിനനുസരിച്ച് എനിക്ക് റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഓഡിറ്ററും എന്താണ് മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇതിനെ ബേസ് ചെയ്തിട്ട് ആൻസർ ചെയ്യണം. വാട്ട് ക്യാൻ ബി ദ ലൈക്ലി പർപ്പസ് ഓഫ് CSZ ഇൻ ദി അബൌവ് സിറ്റുവേഷൻ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് വേണം എന്ന് മാനേജ്മെന്റിനോട് ഓഡിറ്റർ ആവശ്യപ്പെട്ടത്. ബിക്കോസ് ഓഫ് ഗോയിങ് കൺസേൺ സ്റ്റേറ്റ് എനി. അപ്പം ആ സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, ഇതേപോലെ സിഗ്നിഫിക്കന്റ് ഇഷ്യൂ ഉണ്ട്, എക്സിസ്റ്റ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ മാറ്റർ. അപ്പൊ ഗോയിങ് കൺസേണിനെ അഫക്ട് ചെയ്യുന്ന തരത്തിൽ മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ സ്പെസിഫൈ ചെയ്യണം. അതുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ കാര്യങ്ങൾ വരച്ചേക്കുന്നത്. ഓക്കെ, സ്റ്റേറ്റ് എനി 2 ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഇൻ റിലേഷൻ ടു ദി cash flow forecast likely to be performed by the CSZ. അപ്പൊ CSZ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഈ പർട്ടിക്കുലർ ആസ്പെക്ടുമായിട്ട് ബേസ് ചെയ്തിട്ട് കണ്ടക്ട് ചെയ്യും. അതേപോലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ എങ്ങനെ അത് എന്താണ് ഇംപ്ലിക്കേഷൻ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, സ്പെസിഫൈ ചെയ്യുക. 2 ഓഡിറ്റ് പ്രൊസീജിയർ, എനി 2 ഓഡിറ്റ് പ്രൊസീജിയർ സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, then Singh and Associates, while carrying out statutory audit of Rubber Industries Limited, observed that debtors are not making payment invoice wise. Okay, as the debtor constitutes 60% of the total assets, 60% debtors are. Okay, so auditors requested management to provide external confirmation of the debtors outstanding for an amount exceeding 1 lakh. 1 lakh exceed ചെയ്യുന്ന എല്ലാ ഡെറ്റേഴ്സിന്റെയും എന്ത് ചെയ്യണം, external confirmation വേണമെന്ന് പറഞ്ഞു. പക്ഷെ മാനേജ്മെന്റ് കൊടുത്തില്ല. ഓക്കെ, ദി ഓഡിറ്റർ ഹാസ് ഡിസൈഡഡ് ടു ഡിസ്ക്ലെയിം ആൻ ഒപ്പീനിയൻ. ഡിസ്ക്ലെയിം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗൈഡ് ദി ഓഡിറ്റർ. ഓക്കെ, എന്തെങ്ങനെയാണ് ഗൈഡ് ചെയ്യേണ്ടത്? And the auditor seeks your guidance on amendments that should be made in the basis for opinion section, and also the elements required by SA 700 which need not be included in the auditor's report. Okay, ഇത് വേണ്ട, ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. ഓക്കെ, ഇത് കഴിഞ്ഞു. Then ഓക്കെ, ഇതാണ് മറ്റേ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് മറ്റേ ഓഡിറ്റ് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യേണ്ട 2 ഓഡിറ്റ് പ്രൊസീജിയർ. ഓക്കെ, ഇതാണ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ കൊടുക്കുന്ന സമയത്ത് എന്ത് കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ബേസിസ് ഫോർ ഒപ്പീനിയൻ പാരഗ്രാഫ് അമെൻഡ് ചെയ്യേണ്ടതും. അതേപോലെ തന്നെ വാട്ട് ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. കീ ഓഡിറ്റ് മാറ്റർ മസ്റ്റ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് SA 701. ഇത് ഇത്രയും എഴുതി കഴിഞ്ഞാൽ എത്ര, 5 മാർക്കാണ്. 4 മാർക്ക് സുഖമായിട്ട് ഇടാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ പ്രൊവിഷൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ അത് എഴുതാൻ പറ്റത്തുള്ളൂ. വെറുതെ വായി തോന്നിയാൽ നമുക്ക് എഴുതി വെക്കാൻ പറ്റത്തില്ല, നമ്മുടെ ഓൺ വേർഡ്സ് എഴുതാൻ പറ്റത്തില്ല. ഉള്ള കാര്യം മാത്രം എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ടഫാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യം. അല്ലാത്ത പക്ഷം നിങ്ങൾ എല്ലാം പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ സിമ്പിൾ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പറഞ്ഞിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. ആൻഡ് ഓൾസോ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾ എസ്പെഷ്യലി ഫോക്കസ് ചെയ്യണം എന്നുള്ളത്. ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്ത്, അതായത് കംപ്ലീറ്റ്ലി ആ ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടീഡ് എക്സംഷൻ ആണ് ഇൻ ദിസ് പേപ്പർ, ഷുവർ ആണ്. ഓക്കെ, 4th question 4A, PQR and Co. Chartered Accountants has been appointed as statutory auditors of MGM Limited. The financial statements of the company have
material amount outstanding as debtors. Okay, aging of debtors is being done by the internal auditors. Okay, അപ്പോൾ internal auditors-നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Okay, this issue was also discussed with the management. Okay, the engagement part of PQR Limited decided to give the age-wise debtors as per the internal report of the internal audit. Okay, അപ്പോൾ internal auditors-ന്റെ വർക്ക് അവർ യൂട്ടിലൈസ് ചെയ്തു, അവർ ചെയ്ത വർക്ക് യൂട്ടിലൈസ് ചെയ്തു. After the audit report was released, audit report കൊടുത്തതിന് ശേഷം engagement partner realized that the disclosure of the debtors is misleading and the aging was not done by the internal auditors on correct principle. Internal auditors proper ആയിട്ടല്ല എന്ത് ചെയ്തേക്കുന്നത്, ഏജിങ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. Due to which provisions made against all old debtors was wrong. Okay, now the engagement partner held the internal auditor responsible for this. പൊട്ടത്തെറ്റാണ്. ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ നമുക്ക് റെസ്പോൺസിബിൾ ആക്കാനായിട്ട് പറ്റത്തില്ല ഫോർ ആർ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ട്. ഈവൻ ദോ അവർ ചെയ്ത വർക്ക് നമ്മൾ യൂട്ടിലൈസ് ചെയ്തു അല്ലെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിച്ചാലും എന്ത് ചെയ്യാണ്, ദി എക്സ്റ്റേണൽ ഓഡിറ്റർ ഹാസ് ദി സോൾ റെസ്പോൺസിബിലിറ്റി ഫോർ ദി ഓഡിറ്റ് ഒപ്പീനിയൻ എക്സ്പ്രസ്ഡ്. ഇനിയും ഇന്റേണൽ ഓഡിറ്റേഴ്സ് അവർ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ മുകളിൽ കുറ്റം വെക്കാനായിട്ട് പറ്റത്തില്ല. സോ ഇത് തെറ്റാണ്. Is he correct in making the statement that the internal auditor is responsible for false provisioning? No, he is not correct. കാരണം എന്താണ്, it is the sole responsibility of the auditor, statutory auditor. What consideration PQR company should have taken before relying on the work of internal auditors? മറ്റേ 3 പോയിന്റ് എന്താണ്, അവർ ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഒബ്ജക്റ്റീവ് ആണോ, അത് അവരുടെ ഒബ്ജക്ടിവിറ്റി അനലൈസ് ചെയ്യണം, അവർ കോമ്പീറ്റന്റ് ആണോ ടു ഡു ദാറ്റ് പെർട്ടിക്കുലർ വർക്ക്, അതേപോലെ തന്നെ അവർക്കൊരു സിസ്റ്റമാറ്റിക് ആൻഡ് ഡിസിപ്ലിൻഡ് അപ്രോച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യണം, ഓഡിറ്റർ അനലൈസ് ചെയ്യണം. ഓക്കെ, യെസ്, ഈ 3 പോയിന്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 5 മാർക്കാണോ, 5 മാർക്ക് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അസേർഷൻസ് ഈ പർട്ടിക്കുലർ എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഓൾസോ ഐ നീഡ് ടു താങ്ക് ദാറ്റ് ഫ്രണ്ട്. ഓക്കെ, ഒരു സ്റ്റുഡന്റ് ആണ്, അവരെന്നോട് അസേർഷൻസ് മനസ്സിലാവുന്നില്ല, ആക്ച്വലി ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അസേർഷൻസ് ഇതേപോലെ MCQ മറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കാണുന്നുണ്ട്, അപ്പൊ ഏതാണെന്ന് തിരിഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ, ഒന്ന് ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടതാണ്. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു എന്ത് ചെയ്യാം, അസേർഷൻസ് ഇത് കുറെ നാളായിട്ട് ക്വസ്റ്റ്യൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല, അപ്പൊ ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതാണ്. വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദി അസേർഷൻസ്. ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോലെ എക്സ്പ്ലെയിൻ ചെയ്യണം. ദാറ്റ് ദി ഓഡിറ്റർ വിൽ ചെക്ക് ബൈ ദി ഓക്കെ. എന്താണ് അസേർഷൻ? Employee benefit expense do not include the cost of any unauthorized personnel. അതായത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആണ്, P&L ഐറ്റം ആണ്. സോ ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദി കോസ്റ്റ് ഓഫ് എനി അൺഓതറൈസ്ഡ് പേഴ്സണൽ. ഇറ്റ് കംസ് അണ്ടർ ഒക്കറൻസ്. അതായത് ആ ട്രാൻസാക്ഷൻ ആക്ച്വലി ഒക്കർ ചെയ്തിട്ടുണ്ടെന്നും ആൻഡ് ഓൾസോ ഇറ്റ് പെർടെയിൻസ് ടു ദി എൻറ്റിറ്റിയുടെ തന്നെയാണ്. അപ്പം ഡസ് നോട്ട് ഇൻക്ലൂഡ് ദി കോസ്റ്റ് ഓഫ് അൺഓതറൈസ്ഡ് പേഴ്സണൽ. അൺഓതറൈസ്ഡ് പേഴ്സണലിന്റെ എക്സ്പെൻസ് ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നെന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. സോ occurrence ആണ് ഇതിന്റെ ആൻസർ. Then all the items of inventory pertaining to the relevant year shall be included regardless of the location. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, all the items of the inventory pertaining to the relevant year shall be included. Okay, ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആക്ച്വലി. all the items of inventory pertaining to the relevant year shall be included regardless of the location. ആക്ച്വലി കൺഫ്യൂഷൻ വരാം. എന്താണ്, കട്ട് ഓഫ് ആണോ അല്ലയോ എന്നുള്ളത്. ആക്ച്വലി ഇതൊരു ബാലൻസ് ഷീറ്റ് ഐറ്റം ആണ്. ബാലൻസ് ഷീറ്റ് ഐറ്റത്തിനകത്ത് കട്ട് ഓഫ് എന്ന് പറയുന്ന ആസ്പെക്ട് ഇല്ല. വാല്യുവേഷൻ ആൻഡ് അലോക്കേഷൻ എന്ന് പറയുന്ന ആസ്പെക്ട് ഉണ്ട്, കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്ന ആസ്പെക്ട് ഉണ്ട്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്ന ആസ്പെക്ട് ഉണ്ട്, എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ആസ്പെക്ട് ഉണ്ട്. അപ്പൊ ഇവിടെ സൂട്ടബിൾ ആയിട്ടുള്ള അസേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്നെസ് ആണ്. ഓക്കെ, എനിക്കും കൺഫ്യൂഷൻ വന്നത് വേറെ ഒന്നുമല്ല, ആ റെലവെന്റ് ഇയറിലെ ട്രാൻസാക്ഷൻ ഇൻവെന്ററി. സോ ഇൻവെന്ററി is a balance sheet item, so completeness ആണ്. Then sales are recorded, P&L item are recorded correctly റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ accuracy അല്ലെങ്കിൽ മെഷർമെന്റ് എന്ന ടേം യൂസ് ചെയ്യാം. ഓക്കെ, then the entity owns controls inventory, balance sheet item ആണ്. So rights and obligation, correct. Inventory balance sheet item has been recognized at lower of cost. So it is not completeness, it is valuation and allocation. Valuation and allocation ആണ് ഇവിടുത്തെ, അതായത് പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്നെസ്, ഇറ്റ് ഇസ് വാല്യുവേഷൻ ആൻഡ് അലോക്കേഷൻ. Then next question, NHG and Co Chartered Accountants is statutory auditor of Backlog Private Limited, BPL, Telecom. Okay,
and received, okay, they received a notice from telecom regulator to deposit fee from violating norms. BPL went into litigation and, okay, litigation എന്ന് പറയുമ്പോഴത്തേക്ക് SA 501, okay, and filed an appeal with the telecom appellate authority, and the matter is pending for decision as at the end of financial year. However, the company has disclosed the same in the financial statements. Okay, audit team members have completed the audit procedures for the, okay, and okay, audit team leader knows the matter of norms violation and pending appeal need to be included in the audit report and seeks your guidance on how to report on the matter in the auditor's report. ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. സംഭവം നമ്മൾ വായിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് SA 501 ആണ് എന്ന് വിചാരിക്കും, കാരണം ലിറ്റിഗേഷൻ അതിനെ പറ്റിയിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ എന്താണ് ഈ പർട്ടിക്കുലർ ലിറ്റിഗേഷൻ അതിനൊരു അപ്പീൽ കൊടുത്തു, ആരാ, കമ്പനി അപ്പീലൊക്കെ കൊടുക്കുകയാണ്. അപ്പം പെൻഡിങ് ലിറ്റിഗേഷൻ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ കാരോ 2020 സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ട്, അവിടെ നിൽക്കട്ടെ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് SA 501, സെക്കൻഡ് പോയിന്റ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് വിത്ത് റെസ്പെക്ട് ടു കാരോ 2020. ക്വസ്റ്റ്യൻ, അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ എന്നാണ് അവർ ചോദിക്കുന്നത് എന്നൊന്ന് മാർക്ക് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, ഓഡിറ്റ് ടീം ലീഡർ നോസ് ദി മാറ്റർ ഓഫ് നോം വയലേഷൻ ആൻഡ് പെൻഡിങ് appeal need to be included in the audit report, okay, and seeks your guidance on how to report the matter in the auditor's report. അപ്പൊ നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ എങ്ങനെ ഇത് ഡിസ്ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ അത് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണം, എങ്ങനെ റിപ്പോർട്ട് ചെയ്യും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പം SA 501 പിക്ചറിൽ നിന്ന് പോയി. പിന്നുള്ളത് കാരോ 2020 ആണ്, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ്. പക്ഷെ കാരോ 2020 സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മുടെ GST, ESI, PF, പിന്നെ സ്റ്റേറ്റ് ഇൻഷുറൻസ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വേരിയസ് അതർ ആസ്പെക്ട്സ്, ഇൻകം ടാക്സ്, അങ്ങനത്തെയുള്ള വേരിയസ് ടാക്സ് നോർമൽ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് നമ്മുടെ കാരോ 2020 പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? The question is with respect to BPL is engaged in providing telecom and received a notice from telecom regulator to deposit fee for violating norms. അതായത് ഒരു മേ ബി ലേറ്റ് ഫീ, നോ, ഇറ്റ് ഈസ് പെനാൽറ്റി, ഒരു പെനാൽറ്റി ആണ് ഇവിടെ വന്നേക്കുന്നത്. സോ പെനാൽറ്റി അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത് ടെലികോം റെഗുലേറ്റർ പറഞ്ഞേക്കുന്നത്. ഇവിടെ അതിനാണ് എന്ത് ചെയ്തേക്കുന്ന അപ്പീല്, അതിനെതിരെ അപ്പീൽ കൊടുത്തേക്കാണ് BPL. സോ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് പെൻഡിങ് ആണ്, അതിനെതിരെ അപ്പീൽ കൊടുത്തേക്കാണെന്നുണ്ടെങ്കിലാണ് കാരോ 2020 ആപ്ലിക്കബിൾ ആവുന്നത്. SA 501 പിക്ചറിന് പുറത്തായി. സോ പെനാൽറ്റി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി ഒബ്വിയസ്ലി SA 501 ബേസ് ചെയ്തിട്ട് ആസ്പെക്ട് നമ്മൾ എന്ത് ചെയ്യും? എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫിൽ ഇത് കാണിക്കണം. അതായത് ഒരു ലിറ്റിഗേഷൻ ഉണ്ട്, ഓക്കെ, ആ ലിറ്റിഗേഷനെതിരെ കമ്പനി അപ്പീലിന് പോയേക്കാണ്. there might be a possibility കമ്പനിക്കെതിരെ വരാം, കമ്പനിക്ക് ഫേവറബിൾ ആയിട്ട് വരാം, വാട്ട് എവർ സിറ്റുവേഷൻ മേ ബി. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഷോ ദാറ്റ് ഇൻ the emphasis of matter paragraph. Why in emphasis of matter paragraph and why not in emphasis of other matter paragraph? It is because it states that the company has disclosed such matter. അതായത് ഇങ്ങനെ ഒരു അപ്പീലിന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലിറ്റിഗേഷൻ ഉണ്ട്, അതിനെതിരെ അപ്പീലിന് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്? കമ്പനി ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് in the financial statements. So in the audit report, the auditor has also need to specify the emphasis of matter paragraph. So SA 501 in connection with, okay, it's not totally out of picture. SA 501 in connection with SA 706, emphasis of matter paragraph. Okay, then 5A, said limited engaged ABC and Co chartered accountants to conduct its statutory, okay, overall strategy plan to address risk. Okay, several significant change occur ചെയ്തു. Okay, strategy set ചെയ്യുന്ന സമയത്ത്, പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവർ significant changes ഉണ്ടായി, including material misstatement in inventory valuation, change in scope of audit procedures due to an unexpected acquisition by said limited. The audit documentation for said limited should reflect these changes, but the auditor of a company failed to document the audit strategy and audit plan. As a senior auditor of the firm, briefly outline what should be included in the documentation of audit strategy and audit plan, and how should the auditor document address significant change made during the audit engagement. It is with respect to chapter 6. Okay, അതുകൊണ്ട് ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്യണം? ഓഡിറ്റ് സ്ട്രാറ്റജി, ഓഡിറ്റ് പ്ലാൻ, അതേപോലെ സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഡോക്യുമെന്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റേഷൻ പോയിന്റ് ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു
it is not with respect to chapter 6, it is with respect to chapter 2, S300 ബേസ് ചെയ്തിട്ട് എന്താ കാര്യങ്ങൾ സ്പെസിഫിക്കലി ഡോക്യുമെന്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഈ പോയിന്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്നാണ് സുഖമായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, then SRP Limited appointed Mrs. JK and Co. Okay, as its chartered auditors, statutory auditors. Auditors, while carrying out the audit, observe that the company has entered into a complex transaction. Okay, in order to have realistic information, okay, auditor need to take assistance from those other governance. Avarku those other governance ninnu endu cheyanam assistance edukkanam. Two of the team members were discussing as to who can be those other governance. ആർക്കാണ് TCWG ആവാനായിട്ട് പറ്റുന്നത് എന്ന് ആര് ഡിസ്കസ് ചെയ്യണം? ടീം മെമ്പേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യണം. പക്ഷേ ദേ കുഡ് നോട്ട് ഗെറ്റ് എ ഫെയർ ഐഡിയ ഓഫ് ദി സെയിം. ആരാണ് ഈ പർട്ടിക്കുലർ ദോശാദി ഗവർണൻസ് അല്ലെങ്കിൽ ഹൂ ക്യാൻ ബിക്കം എ ദോശാദി ഗവർണൻസ് എന്നുള്ളതിനെ പറ്റിയിട്ട് അവർ ഡിസ്കസ് ചെയ്തു. പക്ഷെ അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. ഓർമ്മയില്ല, സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്ന ആരാണ് ഈ ദോശാദി ഗവർണൻസ് എന്ന് പറയുന്ന ആ പോയിന്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എത്ര മാർക്കാണ്? 4 മാർക്കാണോ? 5 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങൾ ഇതൊന്ന് വായിച്ചു വെച്ചിരുന്നാൽ, ഈ പോയിന്റ്സ് വായിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ ആസ്പെക്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നിങ്ങൾക്ക് വായി തോന്നുന്നു എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടണം എന്നില്ല. അത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ ഹെൽപ്പിംഗ് ഹാൻഡ്, ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം വേറൊന്നുമല്ല, ഇവിടെ ഗിവ് യുവർ കമന്റ്സ് കൺസിഡറിങ് സെക്ഷൻ 32 ഓഫ് ദി സെൻട്രൽ ആക്ട്. ഈവൻ ഞാൻ വരെ സെക്ഷൻ 32 ഓഫ് ദി സെൻട്രൽ ആക്ട് എവിടെയാണിത്, ഇതിങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള ഒരു ആസ്പെക്ട്. പിന്നെ 1-2 വട്ടം ക്വസ്റ്റ്യൻ വായിച്ച ശേഷമാണ് എന്ത് ചെയ്തത് മനസ്സിലായത്. ഡയറക്ട്ലി ഈ ക്വസ്റ്റ്യൻ വായിച്ചാല് ഇത് അറിയത്തില്ല, സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഹെൽപ്പിംഗ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബേസ് ചെയ്തിട്ടാണ് ചാപ്റ്റർ 9. ഈസ് വർക്കിംഗ് ഫോർ വെൽഫെയർ. ഓക്കെ, ഗവർണിംഗ് ബോഡി ഒബ്സർവ് ദാറ്റ് ദി സൊസൈറ്റി ഹാവ് സം ഐഡിൽ ഫണ്ട് ഉണ്ടായിരുന്നു. ആൻഡ് കൺസിഡർ ദി ഇക്വിറ്റി മാർക്കറ്റ് ഗ്രോത്തിന്റെ ഒരു ഇത് കണ്ടിട്ട്, ഓക്കെ ഗ്രോത്ത് ഉണ്ടായെന്ന് കണ്ടിട്ട് ഈ പർട്ടിക്കുലർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിസൈഡഡ് ടു ഇൻവെസ്റ്റ് ദി സെയിം ഇൻ ബ്ലൂ ചിപ്പ് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഗീവ് യുവർ കമന്റ്സ് കൺസിഡറിംഗ് സെക്ഷൻ 32 ഓഫ് ദി സെൻട്രൽ ആക്ട്. സിമ്പിൾ. സൊസൈറ്റിക്ക് എവിടൊക്കെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? സെൻട്രൽ ഓർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് സെക്യൂരിറ്റീസ് വിത്ത് റെസ്പെക്ട് ടു സെക്ഷൻ 20. അതേപോലെ ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, സെക്യൂരിറ്റി ഓഫ് എനി അതർ സൊസൈറ്റി. പിന്നെ ഇനി എനി അതർ കോപ്പറേറ്റീവ് ബാങ്ക് അതർ ദാൻ സെൻട്രൽ ഓർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, പക്ഷേ രജിസ്ട്രാറിന്റെ അപ്രൂവൽ വേണം. ഇൻ എനി അതർ മണീസ് പെർമിറ്റഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ ഇവർ ചെയ്തത് ശരിയാണോ? അല്ല. ഈ പോയിന്റ്സ് എഴുതി വെക്കുക. അവർ ചെയ്തത് ശരിയല്ല എന്ന് എഴുതി കഴിഞ്ഞാൽ എത്ര? 5 മാർക്കാണോ? 4 മാർക്ക് കിട്ടും. ഓക്കെ, സിമ്പിൾ. ആ 4 പോയിന്റ് എഴുതിയാൽ മതി. അതിൽ 5 പോയിന്റ് 4 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് 4 പോയിന്റ് കിട്ടും. 6th question A. CAP was consulted by one of his friends, Mr. Robin. Mr. Robin informed him that he wants to enter into education. Okay, education sector. Okay, അപ്പൊ ചാപ്റ്റർ 9 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ. What steps are involved in the verification of fees collected from students? Income points. അപ്പം ഈ പർട്ടിക്കുലർ സ്റ്റുഡൻസിൽ നിന്ന് ഫീസ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആസ് എൻ ഓഡിറ്റർ നിങ്ങൾ ചെക്ക് ചെയ്യണം, വെരിഫൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ഇൻകം എന്തൊക്കെ ഉണ്ടാകാം, അപ്പൊ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്ത ആസ്പെക്ട് ശരിയാണോ, കൺട്രോൾസ് ഓക്കെ ആണോ അല്ലയോ, പ്രോപ്പർലി അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യാം, സുഖമായിട്ട് എഴുതിയ ഒരു 4-5 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ 5 പോയിന്റ് എഴുതി വെച്ചാൽ മതി, 5 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി ചാപ്റ്റർ 9 പഠിക്കുമ്പോൾ, എസ്പെഷ്യലി വിത്ത് റെസ്പെക്ട് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻറ്റിറ്റി പഠിക്കുമ്പോൾ ഓരോ ഫാക്ടേഴ്സ് ബേസ് ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, മിനിറ്റ്സ്, അതേപോലെ ഇൻകം, എക്സ്പെൻസ് എന്താണ്, അവരുടെ കൺട്രോൾ എൻവയൺമെന്റ് എന്താണെങ്കിൽ കൺട്രോൾസ് എന്തൊക്കെയാണ്, ഇന്റേണൽ കൺട്രോൾസ് എന്താണ്, അവർ റെഗുലേറ്ററി ആസ്പെക്ട്സ് എന്താണ്, അസറ്റ് ലയബിലിറ്റി, ഈ പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ട് പഠിച്ചാൽ മാത്രം മതി. വെറുതെ കുറെ പോയിന്റ് പഠിക്കുന്നു എന്ന് പറയല് ഈ ഗ്രൂപ്പ് ആക്കി ഓരോ ഐറ്റംസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് എൻറ്റിറ്റീസിനെ ഗ്രൂപ്പ് ആക്കി മാറ്റിയിട്ട് ഇൻകം, ഇന്ന ഇൻകം ഉണ്ട്, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന എക്സ്പെൻസ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന കൺട്രോൾസ് ഉണ്ടാകാം, ഇന്ന അസറ്റ്സ് ഉണ്ടാവും, സോ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് 4-5 പോയിന്റ് കിട്ടാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓവൽ എന്റർപ്രൈസ് അണ്ടർ ലീഗൽ ഒബ്ലിഗേഷൻ ടു വിത്ത് SA 710. ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് SA 710 സ്കിപ്പ് ചെയ്യാൻ ടെൻഡൻസി ഉള്ള ഒരു ചാപ്റ്റർ ആണ്. ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാനത് എടുത്തു വെക്കേണ്ടതായിരുന്നു. SA 710 ഇമ്പോർട്ടന്റ് ആണോ സാർ, സ്കിപ്പ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു കുറെ പേര് എന്നോട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു SA 710 സ്കിപ്പ് ചെയ്യരുത്, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ essay ആണ്, ചെറിയൊരു essay ആണ്, പക്ഷെ എല്ലാവർക്കും അതങ്ങ് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളൊരു തോന്നലാണ്.
ആ തോന്നൽ അങ്ങ് മാറ്റി വെച്ചിട്ട് എസ് എ 7-10 സിമ്പിൾ ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഓക്കെ, അപ്പം കരൺ ആൻഡ് അസോസിയേറ്റ്സ് അവരെ അപ്പോയിന്റ് ചെയ്തിരുന്നു. ഓക്കെ, നോട്ടീസ് ദാറ്റ് ലാസ്റ്റ് ഇയേഴ്സ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടെയ്ൻ അഡ്വേഴ്സ് ഒപ്പീനിയൻ. അപ്പൊ ഈ വർഷം കരൺ ആൻഡ് അസോസിയേറ്റ്സിനെ അപ്പോയിന്റ് ചെയ്തു. ഇപ്പോ അപ്പൊ ലാസ്റ്റ് ഇയറിലെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്സിൽ ഓഡിറ്റർ റിപ്പോർട്ട് കൊടുത്തപ്പോൾ, പ്രീ ഡിസസർ ഓഡിറ്റർ റിപ്പോർട്ട് കൊടുത്തപ്പോൾ എന്ത് റിപ്പോർട്ടാണ് കൊടുത്തത്? അഡ്വേഴ്സ് ഒപ്പീനിയൻ ആണ് കൊടുത്തത്. ഗൈഡ് സി എ കരൺ ഫോർ ഹിസ് ഡ്യൂട്ടി. വേറൊന്നുമില്ല. എന്താണ് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ സി എ കരൺ ശ്രദ്ധിക്കേണ്ടത്? അതായത് കഴിഞ്ഞ വർഷം അതായത് പ്രീ ഡിസസർ ഓഡിറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു അഡ്വേഴ്സ് ഒപ്പീനിയൻ ആണ് കൊടുത്തത്. സോ നമ്മൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുക്കാനുള്ള റീസൺ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ, ആ മാറ്റർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് റിസോൾവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? റിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, റിസോൾവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈവൻ ദോ ഈ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പക്കയാണെന്നുണ്ടെങ്കിലും ഈ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ കൊടുക്കുമ്പോൾ വി വിൽ ഓൾസോ ഗിവ് ആൻ അഡ്വേഴ്സ് ഒപ്പീനിയൻ ആൻഡ് ഓൾസോ വിൽ ബി സ്പെസിഫൈയിങ് ദാറ്റ് പ്രീഡെസസർ ഓഡിറ്റർ എന്ത് ചെയ്തു? കഴിഞ്ഞ വർഷം ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റ് ചെയ്തിരുന്നു, അദ്ദേഹമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എംഫസിസ് ഓഫ് അതർ മാറ്റർ പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് സ്പെസിഫൈ ചെയ്യും. മാറ്റർ പാരഗ്രാഫിലല്ല, അതർ മാറ്റർ പാരഗ്രാഫിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യും. കഴിഞ്ഞ വർഷം ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റ് ചെയ്തവരാണ്, വേറൊരു ഓഡിറ്റർ ആണ്, അദ്ദേഹമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സ്പെസിഫൈ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ എത്ര? 5 മാർക്ക്. 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ. So again, next question is also simple. Identify and explain. Again, identify and explain എന്നാണ്. The fundamental principles being referred to in the following cases. Professional accountants should act diligently. Okay, obviously എന്താണ്? Professional competence and due care ആണ്. Professional competence and due care ആണ്, professional behavior അല്ല. Okay, professional standards obviously പറയുന്നുണ്ട്. Professional competence, ആ ഒരു competence, technical and professional standards, professional competence and due care വേണം. And also a professional accountant. See, professional എന്ന വാക്ക് യൂസ് ചെയ്തുകൊണ്ടാണോ കൺഫ്യൂഷൻ വന്നതെന്ന് എനിക്കറിയില്ല. Professional accountant shall not be knowingly be associated with reports where he believes that the information contains a materially false or misleading statement. അതായത് ഇതിപ്പോ ഒരു നെഗറ്റീവ്ലി ആണ് പറഞ്ഞത്, പോസിറ്റീവ്ലി പറയാം. അതായത് പോസിറ്റീവ്ലി ആണ് പറഞ്ഞേക്കുന്നത്, നെഗറ്റീവ്ലി ഞാൻ പറയാം. അതായത് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് എന്ത് ചെയ്യാണ്? ഹി ഈസ് അസോസിയേറ്റഡ്, അല്ലെങ്കിൽ ഹി ഗിവ്സ് an opinion or he gives a statement നോയിങ്ലി ഓർ വേറൊരാളോ ചെയ്തതാണ്, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കൊള്യൂഡഡ് ആയിട്ട് എന്ത് ചെയ്യാണ്? അദ്ദേഹം ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. മെറ്റീരിയൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്, ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദി ഓഡിറ്റർ, ദാറ്റ് പെർട്ടിക്കുലർ പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ഈസ് നോട്ട് ഓണസ്റ്റ്. സി, ക്വസ്റ്റ്യൻ പോസിറ്റീവ്ലി വന്നു, അതിനൊന്നും ഞാൻ നെഗറ്റീവ് ആക്കി പറയാണ്. അപ്പൊ എന്താണ്? ഈസ് നോട്ട് ബീങ് ഓണസ്റ്റ്. ഇവിടെ എന്താണ്? ഇന്റഗ്രിറ്റി ആണ് ആ പർട്ടിക്കുലർ ആസ്പെക്ട്. ഓക്കെ, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഇന്റഗ്രിറ്റി ആണ്. ഇറ്റ് ഇസ് നോട്ട് പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് യൂക്കർ, ഇറ്റ് ഇസ് ഇന്റഗ്രിറ്റി. ഓക്കെ, നെക്സ്റ്റ്. In an automated environment, there are generally 4 types of auditors. Yes, ഇതും എക്സാമിന്റെ അന്ന് എനിക്ക് തോന്നുന്നു ഒരു 11:30 ആയപ്പോ, എക്സാമിന്റെ അന്ന് ഒരു 11:30 ആയപ്പോ ഒരു സ്റ്റുഡന്റ് എനിക്ക് മെസ്സേജ് ഇട്ടു. എന്താണ് ഓഡിറ്റ് ടെസ്റ്റ് ഇതാണ് ഇഷ്യൂ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പറ്റുവാണെന്നുണ്ടെങ്കിൽ നോക്കട്ടെ, ഒരു സെക്കൻഡ്. ടെസ്റ്റിംഗ് മെത്തേഡില് ഇൻക്വയറി പ്ലസ് ഒബ്സർവേഷൻ ആണോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്, അതോ ഇൻക്വയറി പ്ലസ് ഇൻസ്പെക്ഷൻ ആണോ? ആ ഒരു ഡൗട്ട് അന്ന് രാവിലെ ചോദിച്ചു. അപ്പൊ ആ സ്റ്റുഡന്റിന് എത്രത്തോളം ഹാപ്പി ആയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. 4 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നത്. സോ വാട്ട് ഓൾ ആർ ദി ടെസ്റ്റിംഗ് മെത്തേഡ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ ആൻ ഓട്ടോമേറ്റഡ് എൻവയൺമെന്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. 4 ടെസ്റ്റിംഗ് മെത്തേഡ്സ് ആണുള്ളത്. ഇൻക്വയറി, ഇൻസ്പെക്ഷൻ, ഒബ്സർവേഷൻ, റീപെർഫോമൻസ്. ഇൻക്വയറി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എഫിഷ്യന്റ് ആണ്, പക്ഷെ എഫക്റ്റീവ് അല്ല. റീപെർഫോമൻസ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ആണ്, പക്ഷെ എഫിഷ്യന്റ് അല്ല. കാരണം റീപെർഫോം ചെയ്യണം, അത്രയും ടൈം കൺസ്യൂമിങ് ആണ്. സോ ഒരു ഓഡിറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്വയറി പ്ലസ് ഇൻസ്പെക്ഷൻ ആണ്. ഇൻസ്പെക്ഷൻ, അതാണ് ആ ഒരു പോയിന്റ്. ഇത്രയും പോയിന്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ വാസ് എ സിമ്പിൾ പേപ്പർ. സിമ്പിൾ പേപ്പർ ഇൻ ദ സെൻസ്, ഒന്ന് കോൺസെപ്റ്റ് മനസ്സിലാക്കണം, 2 ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൽ എല്ലാം പഠിക്കണം, 3 പർട്ടിക്കുലർ ആസ്പെക്ടിനെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനായിട്ട് പറ്റണം. ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനായിട്ട് ആക്ച്വലി ഈ ഒരു പർട്ടിക്കുലർ അറ്റംപ്റ്റിൽ നോർമലി കാണുന്ന പോലെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. 1-2 ക്വസ്റ്റ്യൻ ഒഴിച്ചിട്ട്
ലൈക്ക് ഫോർ എക്സാമ്പിൾ മറ്റേ ലിറ്റിഗേഷന് പറഞ്ഞിട്ട് കാരോ 2020 ആണോ SA 501 ആണോ അല്ലയോ, അത് ആക്ച്വലി SA 706 ബേസിലുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഡയറക്ട്ലി ലിങ്ക് വിത്ത് SA 706. സോ അങ്ങനത്തെ 1-2 ക്വസ്റ്റ്യൻ ഒഴിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വാസ് ഇൻ മൈ ഒപ്പീനിയൻ മോഡറേറ്റ് പേപ്പർ. അതായത് മിനിമം 45-50 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ MCQ വേറെ ഞാൻ MCQന്റെ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അത് അടുത്ത വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട. അപ്പം MCQ ആ ഒരു 30 മാർക്സിന് മിനിമം 15 മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഈ പർട്ടിക്കുലർ ഡിസ്ക്രിപ്റ്റീവ് അതായത് 70 മാർക്സ് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും 45 മാർക്സ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എന്താണ് മറ്റ് ചാപ്റ്റേഴ്സ് ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട്, അതായത് അറ്റ്ലീസ്റ്റ് ഞാൻ സ്പെസിഫൈ ചെയ്ത ആ പർട്ടിക്കുലർ ചാപ്റ്റേഴ്സ് നിങ്ങൾ പ്രോപ്പർലി നോക്കി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 60 ബെയർ മിനിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. എക്സംഷൻ ഗ്യാരണ്ടീഡ് ആണ്. എനിവേസ് വാട്ട് ഓവർ ദ സിറ്റുവേഷൻ, നിങ്ങൾ ചിലപ്പം പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല. വാട്ട് ഓവർ മേ ബി ദ സിറ്റുവേഷൻ, അത് പോയി, കുഴപ്പമില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾ പാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പാസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1 മന്ത് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിസൾട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾ ആ പർട്ടിക്കുലർ 1 ടൈം പ്രിപ്പറേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് റിവിഷനിലേക്ക് കയറിയാൽ മതിയാകും. ആ ഒരു ആസ്പെക്ടിലേക്ക് നിങ്ങൾ വരണം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് അങ്ങനെ അങ്ങോട്ട് മാറ്റിയേക്കണം. പാസ്സായില്ലല്ലോ, ഇപ്പോഴും ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇഫ് ദർ ഈസ് എന്താണ് 50-50 പ്രോബിലിറ്റി, ജയിക്കാൻ സാധ്യത, ജയിക്കില്ല എന്നുള്ളൊക്കെയുള്ള സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോളൂ. ആൻഡ് ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് വെനസ്ഡേ ആണ്. ആൻഡ് ഇന്ന് വെനസ്ഡേ ആണ്. ഇനി തിങ്കളാഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കാം എന്ന് വിചാരിക്കേണ്ട. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് തന്നെ ജസ്റ്റ് എന്തെങ്കിലും ഒരു അരമണിക്കൂർ ഇന്ന് നിങ്ങൾക്ക് സ്പെയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സ്പെയർ ചെയ്യുക. പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക ഫോർ May 25 അറ്റംപ്റ്റ്. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റിംഗ് പേപ്പർ വിത്ത് റെസ്പെക്ട് ടു ഞാൻ എടുക്കുന്ന സബ്ജക്ട്, സോ ഓഡിറ്റിംഗ് പേപ്പറിലെ പ്രീവിയസ് 1-2 എസ്പെഷ്യലി ന്യൂ സിലബസിൽ ചോദിക്കാൻ സ്റ്റാർട്ട് ചെയ്ത ബേസിൽ അവർ കുറച്ച് സിനാരിയോ തരും. സിനാരിയോ ബേസിൽ അവരൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഡ്രാഫ്റ്റ് ചെയ്യും. ആ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ബേസിൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സിമിലർ ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിക്കുന്നത്. സോ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ, ഓഡിറ്റിംഗിലെ ചാപ്റ്റർ ടോപ്പിക്സിലെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണ്, എസ്സേസിൽ നല്ല ഗ്രിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സംഷൻ ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, സോ നമ്മുടെ സ്ട്രാറ്റജി ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ആസ്പെക്ടിലോട്ട് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. സോ ചേഞ്ചിങ് ആ സ്ട്രാറ്റജി ടുവേർഡ്സ് May 25 attempt will help us gain a positive, a successful result. Okay, all the best for your results. ഇനി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും whatever the situation, preparation start ചെയ്യാം. Okay, thank you. See you in the next video.